ഹലോ ഗൈസ്, അപ്പൊ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ലോങ് വ്ലോഗാട്ടോ ഗൈസ്. അപ്പൊ ഇത് ഇന്ന് വരാൻ കാരണം എന്തെന്ന് വെച്ചാൽ നമുക്കൊരു മെഹഫിൽ ഇരിക്കണം ഭയങ്കര പൂതിണ്ടായിരുന്നു ഈ ഗസലൊക്കെ പാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ കസിൻ്റെ വീട്ടിലേക്കാണ് പോണത്. അപ്പൊ അവിടെ നമ്മൾ ഇരിക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് വേറെ തന്നെ ഒരു വീഡിയോ വരും. ഇതിപ്പോ ഒരു ചെറിയ വ്ലോഗായിട്ട് ഇതാണ്. അപ്പോൾ എല്ലാവരും കാണുമെന്ന പ്രതീക്ഷയോടുകൂടെ ഞാൻ തുടങ്ങുന്നു. അപ്പം നമ്മൾ യാത്ര തുടങ്ങിയിട്ടോ ഗൈസ്. എൻ്റെ കൂടെ ഉള്ളത് താത്ത ഉണ്ട്, താത്തൻ്റെ മോനും ഉണ്ട്. നമ്മൾ മൂന്നാളും കൂടിയാണ് പോകുന്നതെന്ന്. കുറച്ച് റണ്ണിങ്ങേ ഉള്ളൂ, ഓവറായിട്ട് പോകാനൊന്നുമില്ല, കുറച്ച് പോകാനുള്ളൂ. അപ്പം അങ്ങനെ നമ്മളവിടെ എത്താറായി ഗൈസ്. നമ്മളവിടെ എത്തി. എന്താ എന്നിട്ട് നമ്മള് പരിപാടി ആരംഭിക്കല്ലേ? അതല്ല, എത്ര കാലങ്ങൾക്ക് ശേഷമാണ് താങ്കൾ ഈ ഒരു സാധനം ഇത് എടുത്തിട്ട് ഇതിലേക്ക് വന്നിട്ട്? അത്രേ ഉള്ളൂ. അതൊക്കെ അത്ര നമുക്ക് നമ്മളാൽ കഴിയുന്ന പോലെ അത്രേ ഉള്ളൂ. ഇതിൽ ഏറ്റവും വലിയ സന്തോഷം എന്താ പറയുക, ഇപ്പം അത് കുറേ ആയിട്ട് എടുത്തു വെച്ചിരിക്കാനും കേട്ടോ, യൂസ് ആക്കാതെ പാടാതെ ഒക്കെ എടുത്തു വെച്ചിരിക്കാനും. അപ്പം അമ്മക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഇത് തുറക്കണം. അപ്പം എല്ലാവരും ആകാംക്ഷാഭരിതരായി നോക്കുകയാണ് ഗൈസ്. അതാണ് കേട്ടോ ഉമ്മച്ചി മാക്സി ഇട്ട് നിൽക്കുന്നത്. പിന്നെ തസീൽ താത്തൻ്റെ മോളുണ്ട്, മോളെ അറിയാലോ, വലിയ കാക്കൻ്റെ മോളാണ്. അവളെ കെട്ടിച്ച വീടാട്ടോ ഇത്, പിയാപ്പിളിൻ്റെ ഉപ്പയാണിത്. അപ്പം നമ്മളെ പിയാപ്പിള വരെ എക്സൈറ്റ്മെൻറ്റിൽ നോക്കുകയാണ്. പിയാപ്പിള നാട്ടിലില്ല, ഞങ്ങൾക്ക് അറിയാലോ, പിയാപ്പിള ദുബൈയിലാണ്. അപ്പോൾ പിയാപ്പിള വീഡിയോ കോളിൽ ഗൈസ് കാണുകയാണ് ഇപ്പം ഇത് തുറക്കണതും. ഇപ്പൻ്റെ ഒരു ആവേശം കണ്ടിട്ട് അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇപ്പം എൻ്റെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പാടുന്നത് ഞാനായതുകൊണ്ട് ഇങ്ങനെ പറയണ്ടല്ലോ, എന്ത് പറയാനല്ലേ, സെറ്റായിരിക്കും. ഇപ്പം കേട്ട് ഇരിക്കണേ, ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഫുൾ ടെൻഷനാണ് ഗൈസ്. ഞാൻ ബളബളാ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും അറിയില്ല ഇത് എന്താ സംഭവിക്കുമോ. എന്തായാലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷയോടുകൂടി ഞാൻ പാടാമെന്ന് കരുതി അങ്ങോട്ട് ഇരുന്നു ഗൈസ്. അപ്പോൾ സെറ്റാവുമായിരിക്കും. എന്താടി പ്രാക്ടീസാണ് അപ്പോൾ ഗൈസ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പാടിയിട്ട് മടുത്തു. ഇനി എനിക്ക് ഇപ്പൻ്റെ പാട്ട് കേൾക്കണം. ഞാൻ ഇപ്പനെ പറഞ്ഞ ഇപ്പം എനിക്ക് നിങ്ങൾ പാട്ട് എടുത്തിട്ട് ചോദിച്ചപ്പോൾ ഇപ്പം ഒരു മടിയും കൂടാതെ യെസ് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഇപ്പൻ്റെ പാട്ട് നമുക്കൊന്ന് കേൾക്കാം, അതായിരിക്കും ബെറ്റർ ഗൈസ്.
ഗൈസ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇപ്പം ഇങ്ങനെ പാടുന്ന. ഇമ്മൊക്കെ ഇങ്ങനെ ആസ്വദിക്കുകയാണ്. പണ്ടത്തെ പ്രണയം അഴവർക്കാണ്. ഉമ്മ ഉണ്ട് അവിടെ, തസീൽ താത്ത ഉണ്ട്, എല്ലാവരും ഇങ്ങനെ ഇപ്പൻ്റെ മുഖത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം ഇപ്പം മാഷാല്ലാ അടിച്ചാ പൊളിയായിട്ട് പാടുന്നുണ്ട്. ഇപ്പം ഞാൻ പാടാൻ വന്ന ഞാൻ പുറത്തായി, ഇപ്പം അകത്തായി. അങ്ങനെയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഒന്നും അറിയാനില്ല. നമുക്കൊരു തംസപ്പ്. വീണ്ടും നമ്മളെ പ്രാക്ടീസ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക കേട്ടോ. പക്ഷേ എനിക്ക് ഈ പ്രാക്ടീസിലല്ല എൻ്റെ ചിന്ത ഫുള്ള് ഈ പെട്ടിയിലാണ് ഗൈസ്. എന്താണ് ഇത്, എവിടുന്നാണ് ഈ സൗണ്ട് വരുന്നത്? എനിക്ക് ഫുള്ള് ഡൗട്ടായി. അപ്പോൾ ഇപ്പനോട് ഞാനത് ചോദിച്ചു. ഇപ്പം പറഞ്ഞു ഈ അവിടെ നിൽക്ക്, പാട്ട് ഇപ്പം പാടല്ലേ, ഞാൻ ഇത് പറഞ്ഞു തരാമെന്ന്. ഈ ശ്രുതികൾ വരുന്നത് ഓരോ കട്ടകൾ ഇങ്ങനെ അമർത്തുമ്പോഴത്തേന് ഹെയർ വരുന്നുണ്ടല്ലോ, സൗണ്ട് കേൾക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു അതാണ് കാണിച്ചു തരാമെന്നല്ല. ഇത് ബെല്ലൂസ് അടിക്കുമ്പോ ഇതിൽ കൂടെ ഹെയർ ഇങ്ങനെ പൊന്തി വരും. അപ്പൊ ഈ ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോ അതിന് ഒരു ശ്രുതി ചെയ്ത് വെച്ചാണല്ലോ, അതിനനുസരിച്ച് സൗണ്ട്സ് വരും. അതാണ് സൗണ്ട്. അല്ല ഞമ്മള് നോക്കുമ്പോ ഇതിന് സ്പീക്കറോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അതാണ് എങ്ങനെയാണിത് വരുന്നത്. അതൊരു ഭയങ്കര സംഭവം. തല, അതാണ് തല എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചു, ഞാൻ നേരത്തെ ഒരു പാട്ട് പാടിയപ്പോ ഞാൻ വിചാരിച്ചു ഇപ്പൊക്കെ ആ പാട്ട് എങ്ങനെ മനസ്സിലായി. കാരണം ഇവിടെ നിന്നൊക്കെ ഇപ്പൊ എടുക്കുന്നുണ്ട്. കാരണം ആ പാട്ടാണ് കറക്റ്റ് ട്യൂണിൽ ഇപ്പൊ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ഞാൻ അതാ നോക്കുന്നത്. നിങ്ങൾ എങ്ങനെ അത് എടുത്തു ഇപ്പൊ അപ്പൊ ഇപ്പൊ ഇവിടെ നിന്ന് എടുക്കാണോ സാധനം. അപ്പൊ ആ കാണാൻ പറ്റാതെ ഇവിടെ കിട്ടിയത്. പക്ഷെ അതെങ്ങനെ വരുന്നത് എനിക്ക് അറിയത്തില്ല. അതാണ് പഠിച്ചതിനെ കൊണ്ട് ചെറുങ്ങനെ ഒരു ഓർമ്മ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാനത്, ഓർമ്മ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാണ്. പഴയത് ഇങ്ങനെ ഓരോന്നോരോ ഓർമ്മ ഇങ്ങനെ വരുന്നുണ്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോ. മെമ്മറീസ് വരികയാണ്, പണ്ടൊക്കെ ഓരോ മെമ്മറീസ്. ഞാൻ കൂടുതൽ പാട്ടിനല്ല ഫോളോ ചെയ്തത്, ഞാൻ ഗത്തുകളാണ്. ഗത്ത് എന്ന് പറയാന്ന് വെച്ചാൽ ഒരു രാഗം, വിലാപൽ രാഗം. പണ്ടത്തെ പാട്ട് രാഗമേ ആ രാഗത്തില് ഓരോ ഗത്തുകളുണ്ട്. ഈ തബലയിലുണ്ട്. മിഹ്റാജ് രാവിലെ കാറ്റ്, അതിലൊരു ഗത്ത് ഉണ്ടാവൂലേ? അത് ഏതാ രാഗം നോക്കണം. അപ്പം നമ്മളെ പാട്ട് പാടലും പ്രാക്ടീസൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പള്ള അലാറം വിളിക്കാൻ തുടങ്ങി. വിശക്കുന്നു എന്ന്. അപ്പം നമ്മൾ എന്ത് കരുതി, ഫുഡ് അങ്ങോട്ട് കഴിക്കാൻ വിചാരിച്ചു. ഇന്ന് ബിഗ് ബോസിൻ്റെ ഫൈനൽ ആയതുകൊണ്ട് വേറെ ആരും വന്നില്ല. നമ്മൾ മാത്രമായിരുന്നു. പിന്നെ ഇപ്പം നമ്മളെ കൂടെ പാടിയതിനോട് ഇപ്പൊക്കെ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ചോറ് കണ്ടോ എനിക്ക് വല്ലാത്തൊരു വിഭ്രാന്തിയാണ് ഗൈസ്. മാമനോടൊന്നും തോന്നല്ലേ മക്കളെ, ഞാൻ നന്നായിട്ട് തട്ടിയിട്ടുണ്ടായിരുന്നു ചോറ്. എൻ്റെ തടി കണ്ട് നിങ്ങളാരും സംശയിക്കേണ്ട. ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കും, നിങ്ങളും കഴിക്കൂ കേട്ടോ. നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. അപ്പം ഉമ്മനോടൊക്കെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഉമ്മച്ചിനൊക്കെ കൊത്തി പിടിച്ചിട്ടോ. ഇപ്പനോട് ഞാൻ പറയുകയാണ്, ഇപ്പം ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് തബലൊക്കെ ആക്കിയിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് ഇപ്പം ഒരു തംസപ്പൊക്കെ തന്ന് അങ്ങനെ നമ്മളെല്ലാവരോടും ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പെരയിലേക്ക് പോവാണ്. രാത്രി കഴിഞ്ഞ് അപ്പം എല്ലാവരോടും ടാറ്റാ ബൈ ബൈ, സി യു.